നമസ്കാരം. ന്യൂസ് കേരള പ്രധാന വാർത്തകളുമായി CK നാസർ കാഞ്ഞങ്ങാട്. വയനാട് മാനന്തവാടിയിൽ കടുവ ആക്രമണത്തിൽ സ്ത്രീക്ക് ദാരുണാന്ത്യം. വനം വകുപ്പ് താൽക്കാലിക വാച്ചർ അച്ചപ്പൻ്റെ ഭാര്യ രാധ 45 കടുവ കടിച്ചു കൊന്നത്. ആദിവാസി വിഭാഗത്തിലെ ഇവർ പ്രിയദർശിനി എസ്റ്റേറ്റിന് മുകളിലെ വനഭാഗത്ത് കാപ്പി പറിക്കാൻ പോയപ്പോഴാണ് കടുവ ആക്രമിച്ചത്. തണ്ടർബോൾട്ട് സംഘമാണ് മൃതദേഹം ആദ്യം കണ്ടത്. വയനാട് പഞ്ചാരക്കൊല്ലി പ്രദേശത്ത് കടുവാക്രമണത്തിൽ ആദിവാസി സ്ത്രീ കൊല്ലപ്പെടാനുണ്ടായ സംഭവത്തിൽ കടുവയെ വെടിവെച്ചു കൊല്ലാൻ നിർദ്ദേശിച്ച് വനം മന്ത്രി AK ശശീധരൻ. ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവ് പുറപ്പെടുവിച്ചു. സംഭവം നടന്ന പ്രദേശത്തും വയനാട് ജില്ലയിൽ വനത്തോട് ചേർന്ന പ്രദേശങ്ങളിലും ജാഗ്രത പുലർത്താൻ ആവശ്യമായ ദ്രുതകർമ്മസേനയെ വിനിയോഗിക്കാനും മന്ത്രി നിർദ്ദേശം നൽകി. വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് സംഭവസ്ഥലത്ത് സംഘർഷാവസ്ഥ. പ്രദേശവാസികൾ വനം വകുപ്പിനെതിരെ വലിയ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. മന്ത്രി OR കേളു സംഭവസ്ഥലത്ത് എത്തിയിട്ടുണ്ട്. മന്ത്രിക്കെതിരെയും ജനരോഷമുയർന്നു. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം വേണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ സ്ത്രീയെ കടിച്ചുകൊന്ന നരഭോജി കടുവയെ പിടികൂടാൻ സർവ്വസന്നാഹങ്ങളുമായി വനം വകുപ്പ്. കടുവ പ്രദേശത്ത് തന്നെ തുടരാൻ സാധ്യതയുള്ളതിനാൽ പഞ്ചാരക്കൊല്ലി ഉൾപ്പെടുന്ന ഡിവിഷനിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇന്നലെ മുതൽ 27 വരെയാണ് നിരോധനാജ്ഞ. പ്രദേശത്ത് നിരോധനാജ്ഞ ലംഘിക്കുന്നവർക്കെതിരെ നടപടിയെടുക്കും. കടുവയെ തെരയുന്നതിനായി ക്യാമറ ട്രാപ്പുകളും കൂടുകളും വനംവകുപ്പ് സ്ഥാപിച്ചു. ഡ്രോണുകൾ ഉപയോഗിച്ചുള്ള പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട്. അതേസമയം കടുവയുടെ ആക്രമണത്തിൽ രാധ എന്ന 45 കൊല്ലപ്പെട്ടതിൽ പ്രതിഷേധിച്ച് UDF ഇന്ന് മാനന്തവാടി മുനിസിപ്പാലിറ്റി പരിധിയിൽ ഹർത്താൽ ആചരിക്കും. വന്യജീവികളെ നേരിടാൻ ഒന്നും ചെയ്യുന്നില്ലെന്നും മലയോര മനുഷ്യരെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുക്കുകയാണെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. കേരളത്തിൽ വന്യജീവി ആക്രമണം ഭീകരമായ അവസ്ഥയിലാണെന്നും സർക്കാർ ഒന്നും ചെയ്യില്ലെന്ന നിലപാട് തിരുത്തണമെന്നും ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്നും VD സതീശൻ ആവശ്യപ്പെട്ടു. വയനാട് മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ കുടുംബത്തിന് അടിയന്തര സഹായമായി 5 ലക്ഷം രൂപ കൈമാറി. മന്ത്രി OR കേളുവാണ് മരിച്ച രാധയുടെ കുടുംബാംഗങ്ങൾക്ക് തുക കൈമാറിയത്. കടുവാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ വനം വകുപ്പ് തുടർ നടപടികൾ സ്വീകരിച്ചതായി വനം മന്ത്രി AK ശശീധരൻ അറിയിച്ചു. രാധയുടെ മൃതദേഹം ഇന്ന് സംസ്കരിക്കും. മാനന്തവാടി പഞ്ചാരക്കൊല്ലിയിൽ രാധ എന്ന വീട്ടമ്മയെ കടുവ കൊലപ്പെടുത്തിയ സംഭവത്തിൽ വയനാട് MP പ്രിയങ്ക ഗാന്ധി അതീവ ദുഃഖം രേഖപ്പെടുത്തി. രാധയുടെ വേർപാടിൽ കുടുംബത്തിൻ്റെ വേദനകൾക്കൊപ്പം പങ്കുചേരുന്നുവെന്നും ഇത്തരം വന്യജീവി ആക്രമണങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണുന്നതിനുള്ള അടിയന്തര നടപടികൾ ആവശ്യമാണെന്നും പ്രിയങ്ക ഗാന്ധി കൂട്ടിച്ചേർത്തു. വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്ന് മലയോര കർഷകരെയും ജനങ്ങളെയും രക്ഷിക്കുക എന്നടക്കമുള്ള ആവശ്യങ്ങളുമായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന UDF മലയോര യാത്ര ഇന്ന് ആരംഭിക്കും. യാത്രയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് വൈകിട്ട് കരുവഞ്ചാലിൽ AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP നിർവഹിക്കും. KPCC പ്രസിഡന്റ്